നമ്മളിപ്പോൾ നിൽക്കുന്നത് MVR ക്യാൻസർ സെന്ററിന്റെ മൊബൈൽ ക്യാൻസർ സ്ക്രീനിംഗ് യൂണിറ്റിന്റെ മുന്നിലാണ്. ഇതൊരു സാധാരണ ബസ്സല്ല, ഇതിനുള്ളിൽ ഒരുപാട് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നമ്മൾക്ക് ലഭ്യമാണ്. ഒരു മിനി ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആണ് ഇതിനുള്ളിൽ ഉള്ളത്. അതിന്റെ കാഴ്ചകളിലേക്കായി നമുക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് MVR ക്യാൻസർ സെന്ററിന്റെ മൊബൈൽ മാമോഗ്രാം യൂണിറ്റിലാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ വർക്ക് കൺസോളിലാണ്. നമുക്കിതിന്റെ മിഷനറീസും ആക്സസറീസും നിൽക്കുന്നത് ഇതിന്റെ ഇൻസൈഡ് ആണ്. നമ്മളെ യൂണിറ്റിലേക്ക് ഫസ്റ്റ് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് അവരെ നമ്മൾ ഈ വർക്ക് കൺസോളിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ പേഷ്യന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. നമുക്ക് ഇതിനായിട്ടൊരു സർവേ നോട്ട് തന്നെ ഉണ്ട്. പേഷ്യന്റിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനും അവരെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും മാമോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യനർ ആണ് ഫിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവരുടെ പേഷ്യന്റിന്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രൊസീജിയർ റൂമിലോട്ടാണ് പേഷ്യന്റിനെ എൻ്റർ ചെയ്യിപ്പിക്കുക. ഇവിടെ നിന്നാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുക. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാമോഗ്രാം യൂണിറ്റിന്റെ പ്രൊസീജിയർ റൂമാണ്. ഇതാണ് ഈ യൂണിറ്റിന്റെ കോർ ആയിട്ടുള്ള ഡിവിഷൻ വരുന്നത്. ഇവിടെ നമുക്കൊരു വർക്ക് കൺസോളും അതേപോലെ തന്നെ മാമോഗ്രഫി യൂണിറ്റും ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാമോഗ്രാമി യൂണിറ്റിന്റെ വർക്ക് കൺസോൾ. രജിസ്ട്രേഷന് ശേഷം സർവേ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ നമ്മൾ പേഷ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഒരു പേഷ്യന്റെ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. മൊബൈൽ മാമോഗ്രഫി യൂണിറ്റിന്റെ പ്രൊസീജിയർ റൂമിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതാണ് മാമോഗ്രഫി യൂണിറ്റിന്റെ കോർ ആയിട്ടുള്ള മിഷൻ യൂണിറ്റ്. ഈ മാമോഗ്രഫി യൂണിറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പേഷ്യൻസിന്റെയും മാമോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഒരുപാട് സെറ്റപ്സ് ഉണ്ട് ഈ മാമോഗ്രാം ചെയ്യാൻ വേണ്ടി തന്നെ. പേഷ്യന്റ് കംഫർട്ടബിലിറ്റിക്ക് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പേഷ്യന്റിന്റെ ബ്രസ്റ്റിന്റെ തിക്നെസ്സും വിഡ്ത്തും അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കംപ്രഷൻ പാഡിൽസ് ഉണ്ട്. ഈ പാഡിൽസിൽ വെച്ചിട്ടാണ് ഓരോ പേഷ്യന്റിനനുസരിച്ചും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ മാമോഗ്രാം ചെയ്യുന്നത്. മാമോഗ്രഫി യൂണിറ്റോട് അനുബന്ധിച്ച് തന്നെ നമുക്കൊരു പാപ്സ്മിയർ ടെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കൂടി ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഡിറ്റക്ഷന്റെ കോർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മാമോഗ്രഫി യൂണിറ്റിലുള്ള ലാബ് എക്യുപ്മെന്റ് ആണിത്. ഇവിടെ വെച്ച് ലാബ് പ്രൊസീജിയേഴ്സ് നമുക്ക് നടത്താവുന്നതാണ്.